ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ യോജിച്ച മറുപടി നൽകും എന്നുള്ള പ്രസ്താവനയെ, അതോടൊപ്പം അവിടെ നടക്കും എന്ന് പറയുന്ന ഈ ഉച്ചകോടിയെ എന്ത് മറുപടിയായിരിക്കും ഈ രാഷ്ട്രങ്ങൾ ആലോചിക്കുക? ഈ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പശ്ചിമേഷ്യയിലെ ഈ എല്ലാ അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് മാത്രമല്ല, ശ്രീ രാജീവ് സൂചിപ്പിച്ചതുപോലെ അവരാരും സൈനിക രാഷ്ട്രങ്ങളുമല്ല. നിരവധി ആയുധങ്ങൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അവയൊന്നും മറ്റു രാജ്യങ്ങളെ, അതായത് ഈ ഇറാൻ ഒഴികെയുള്ള ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും വേറെ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കാൻ പ്രാപ്തമല്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ സൗദി അറേബ്യ യമനെതിരെ ആക്രമണം നടത്തിയിരുന്നു. യമനെതിരെ ആക്രമണം നടത്തിയെങ്കിലും ആ ആക്രമണം കൊണ്ട് ഫലമൊന്നുമില്ല എന്ന് വളരെ താമസിക്കാതെ തന്നെ ഈ സൗദി അറേബ്യ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, അത് യമൻ പോലെയുള്ള, അതായത് യമനിലെ ഹൂതികൾ എന്ന് പറയുന്ന വിമത വിഭാഗത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത്. ആ ആക്രമണം പോലും അവർക്ക് ഫലപ്രദമായി സൗദി അറേബ്യക്ക് നടത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഏറ്റവും അധികം ആയുധം വാങ്ങി വെച്ചിട്ടുള്ള സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ പോലെയുള്ള രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുമെന്ന് ആരും ഊഹിക്കുന്നില്ല. അപ്പോൾ അതാണ് ഒരു വസ്തുത. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, ഈ യോജിച്ച മറുപടി നൽകും എന്നുള്ളത് ഏത് തരത്തിലാണ് നൽകാൻ പോകുന്നതെന്ന് വാസ്തവത്തിൽ നമുക്കൊരു ഊഹിച്ചെടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ നാം സൂചിപ്പിച്ചതുപോലെ ഒരു വംശഹത്യ കഴിഞ്ഞ 2 വർഷമായി പിന്നെ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെ ഈ ലോകത്തിൻ്റെ ജനാധിപത്യത്തെയും മനുഷ്യാവകാശത്തെയും കുറിച്ച് പറയുന്ന അമേരിക്ക, പാശ്ചാത്യ രാജ്യങ്ങൾ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, എന്ത് കാര്യം പറഞ്ഞാലും അവർ ആദ്യം പറയുന്ന ഒരു രാജ്യത്തിനെതിരെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ പറയുന്നത് അവിടെ ജനാധിപത്യമില്ല, അവിടെ മനുഷ്യാവകാശം ധ്വംസിക്കപ്പെടുന്നു എന്നാണ്. അവരുടെ മൂക്കിന് താഴെ, അതായത് പശ്ചിമേഷ്യയിൽ 19 രാജ്യങ്ങളിൽ സൈനിക താവളങ്ങളുണ്ട് അമേരിക്കയുടെ. അവരുടെ അത്രത്തോളം അമേരിക്ക ഈ അസാന്നിധ്യം എന്ന് പറയാൻ കഴിയത്തില്ല, ഈ സാന്നിധ്യം, ശക്തമായ സാന്നിധ്യമുള്ള ഒരു പ്രദേശത്ത് ഈ മാതിരി ഒരു വംശഹത്യ ദിവസക്കണക്കിന് നടന്നിട്ട് ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വീണ്ടും വീണ്ടും അവിടെ നടക്കുന്നതിന് പുറമെ മറ്റു രാജ്യങ്ങൾ കൂടി, അതായത് ഇപ്പം നമ്മൾ സാധാരണ പറയില്ലേ ഈ ഷൂട്ടിംഗ് ദ മെസഞ്ചർ എന്ന് പറയും, ഈ സംഘർഷത്തിന് അയവ് വരുത്താൻ ശ്രമിക്കുന്ന രാജ്യത്തിനെ കൂടി ആക്രമിക്കുന്ന ഈ എത്രത്തോളം കുടിലമായ ഒരു മനസ്സാണ് ആ രാഷ്ട്രത്തിന്റെ സയനിസ്റ്റ് രാജ്യമായി ഇസ്രായേലിനെ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതാണ് അതിനകത്തുള്ളൊരു നമ്മൾ കാണേണ്ട കാര്യം. അതായത് സമാധാനം എന്നുള്ളത് ഒരു രാഷ്ട്രത്തിന്റെ നേതാവിനെ സംബന്ധിച്ചെങ്കിലും, നേതാവിനെ സംബന്ധിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ആ ഭരണകൂടത്തെ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ ഇത് ശരിയായ ആക്രമണം എന്ന് ആദ്യം വിശേഷിപ്പിച്ചതാരാണെന്ന് അറിയാമോ? ഈ ബസാലേൽ സ്മോട്രിച്ച് എന്ന് പറയുന്ന ഇന്ത്യയിലെ ധനകാര്യമന്ത്രിയുമായിട്ട് ഇവിടെ വന്ന് ഈ ധനകാര്യ സാമ്പത്തിക സഹകരണത്തിന്റെ കരാർ ഒപ്പിട്ട ആ മന്ത്രി. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും യുക്തമായ തീരുമാനമാണ് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതെന്ന് പറഞ്ഞത് ഈ സ്മോട്രിച്ച് എന്ന് പറയുന്ന തീവ്ര വംശീയവാദിയായ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റക്കാരെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയാണ്. അപ്പൊ ഇന്നിപ്പോ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് എന്താണ്? അദ്ദേഹം പിന്നെ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇനി ഇസ്രായേൽ മാത്രമേ ഉള്ളൂ ഈ പ്രദേശത്ത്, ഈ പാലസ്തീൻ ഇല്ല എന്ന് പറയാം. അപ്പൊ നമ്മൾ കാണേണ്ട കാര്യം, ഇതൊരു ചെറിയ പെട്ടെന്നുണ്ടായ ഒരു പ്രൊവൊക്കേഷന്റെ ഭാഗമൊന്നുമല്ല. ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഇസ്രായേലിന്റെ ലോങ് ടേം പദ്ധതിയായിട്ടുള്ള ഈ ഗ്രേറ്റർ ഇസ്രായേൽ, മഹത്തായ വലിയ വിശാലമായ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ സയനിസ്റ്റ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബാക്കിയുള്ള രാജ്യങ്ങളെ, അയൽ രാജ്യങ്ങളെയൊക്കെ ഭീതിപ്പെടുത്തുക, അയൽ രാജ്യങ്ങളിൽ നിന്നും പിടിച്ചെടുക്കാൻ കഴിയുന്ന പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമാണ്. ആ പദ്ധതിക്ക് പിന്തുണ, ഈ വംശഹത്യയിൽ ഇസ്രായേലിന്റെ കൂട്ടാളിയാണ് അമേരിക്ക എന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഈ സംഭവത്തിൽ പോലും ഇപ്പൊ നമുക്ക് ഐക്യരാഷ്ട്ര സംഘടന വിമർശിച്ച് അതിനെതിരെ പ്രമേയം പാസാക്കി. അതിനകത്ത് ഇസ്രായേൽ എന്നുള്ള വാക്കുണ്ടോ? ഇസ്രായേൽ എന്നുള്ള വാക്കില്ല. ആരാ പിന്നെ ഇത് ഈ എന്താണ് തീയില്ലാതെ പുകയുണ്ടാവുക എന്ന് ചോദിച്ചാണൊക്കെ ആരാക്രമിച്ചു? ആക്രമണത്തെ അപലപിക്കുന്ന മാത്രമല്ല, ഹമാസ് ഈ ബന്ദികളെയൊക്കെ വിട്ടുകൊടുക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആരാക്രമിച്ചത്? അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഈ പേരിന് വേണ്ടി ഞങ്ങൾ ഇതാ അപലപിച്ചിരിക്കുന്നു. ആരെ അപലപിച്ചിട്ടില്ല.
മനസ്സിലായി. അപ്പൊ ആ മാതിരി ഈ കള്ളക്കളി, അത് ഫ്രാൻസും മനസ്സിലാക്കണ ഫ്രാൻസും ബ്രിട്ടനുമാണ് പ്രമേയം കൊണ്ടുവന്നത്. അമേരിക്ക പിന്നെ അതിന്റെ കൂടെ ചേർന്ന് പറഞ്ഞാൽ ഇത്രയും നീതിരഹിതമായ അന്തർദേശീയ നിയമങ്ങളെ ഒക്കെ കാറ്റിൽ പാർത്തുന്ന തരത്തിലുള്ള ഒരു ഇസ്രായേലുമായി യാതൊരുവിധ സംഘർഷങ്ങൾക്കും പോകാത്ത, എന്ന് മാത്രമല്ല പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കടന്നു കയറി ആക്രമണം നടത്തുക, ആളുകളെ കൊല്ലുക, പിന്നെ പിന്നെ ഖത്തറിന്റെ സേനാംഗങ്ങൾ ഉൾപ്പെടെ ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? ഇത് ചൈനയോ പിന്നെ റഷ്യയിലോ ആണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ഇവരെന്തൊക്കെ പുകിലാകുമായിരുന്നു ഈ രാജ്യത്ത് കാണിക്കുമായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഒരു തീവ്രമായ അന്തർദേശീയ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന അതിശക്തമായ വംശഹത്യയാണ്. ആ വംശഹത്യ മാത്രമല്ല, ആ വംശഹത്യയെ തുടർന്ന് ഈ വിശാല ഇസ്രായേൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമാണ് അത്. പിന്നെ മനുഷ്യത്വ വിരുദ്ധമാണ്, അന്തർദേശീയ നിയമവിരുദ്ധവുമാണ്.